ആയിരിക്കട്ടെ. എൻ്റെ പേര് ശീതൾ, ഇത് എൻ്റെ അമ്മ ബീന. ഞാൻ മുക്കം കോഴിക്കോട് നിന്ന് വരുന്നു. ഞാനിവിടെ സെപ്റ്റംബർ 2022 ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളും ഉണ്ട്. അപ്പോൾ പ്രശ്നങ്ങളെല്ലാം മാറാൻ വേണ്ടി മാതാവിൻ്റെ പ്രത്യേക സഹായത്തിന് വേണ്ടി എടുത്തു. പക്ഷേ ഉടമ്പടി എടുത്ത ഉടനെ തന്നെ എനിക്കൊരു വചനത്തിന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട്. എനിക്കൊരു വചനം കിട്ടി, നിൻ്റെ അസുഖങ്ങൾ ഞാൻ മാറ്റും, നിൻ്റെ സങ്കീർത്തനം 103 നിൻ്റെ ദുഷ്കൃത്യങ്ങൾ ഞാൻ ക്ഷമിക്കും, പിന്നെ നിൻ്റെ അസുഖങ്ങൾ മാറ്റും. ഞാൻ കർത്താവിനോട് പറഞ്ഞു, ബാക്കി എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്, ഈശോയും മാതാവും എനിക്ക് വേണ്ടി നിൽക്കുമെന്നറിയാം, പക്ഷേ ഇങ്ങനെ ഒരു അസുഖമോ ബുദ്ധിമുട്ടോ എനിക്കറിയില്ലല്ലോ കർത്താവേ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇത് തന്നെ എനിക്ക് വചനം കീപ്പ് ഓൺ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരവസ്ഥയിൽ ഞാൻ കുറച്ചൊന്ന് ഡിസ്കറേജ്ഡായി. ഇൻ ബിറ്റ്വീൻ ഞാൻ ചെയ്യാവുന്ന എനിക്ക് പറ്റുന്ന എല്ലാ കാരുണ്യ പ്രവൃത്തികളും ചെയ്തിരുന്നു. വചനം വായിക്കുമായിരുന്നു, ബലിയിൽ സജീവമായി പങ്കെടുക്കാൻ ചെയ്തിരുന്നു. അങ്ങനെ എന്നാൽ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്തിരുന്നു. എന്നും ജപമാല അഡീഷണലായിട്ട് ചെല്ലാനുള്ള ഒരു അനുഗ്രഹവും ദൈവം എനിക്ക് തന്നിരുന്നു. ഞാൻ അടിസ്ഥാനപരമായി വിശ്വസിക്കുന്ന ഒരു കാര്യം, ദൈവത്തെ നമുക്ക് പറ്റിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ന്യായമായതും സത്യമായതും ചെയ്യാൻ കൂടുതൽ ഞാൻ ശ്രമിക്കാറുമുണ്ട്. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം രണ്ടാമത്തെ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ തല കറങ്ങി വീണു. അതിൻ്റെ കാരണം എനിക്ക് ബ്രെയിൻ ട്യൂമർ എന്നുള്ളതായിരുന്നു. ആദ്യമായിട്ട് എനിക്കുണ്ടായ ഒരു പ്രശ്നം അതാണ്. അങ്ങനെ ഞങ്ങൾ ആശുപത്രിയിൽ പോയി കഴിഞ്ഞപ്പോൾ ഇത് 65% റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. മാത്രമല്ല ഇതുകൊണ്ട് ഒരുപാട് പാരലൈസിങ്, ചിലപ്പോൾ ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ലാംഗ്വേജൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്, അയാൾക്ക് എണീറ്റ് നിൽക്കാൻ പറ്റില്ല, ഇങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് വന്നു. ഇതിന് ശേഷം ഞാൻ ജോസഫ് അച്ഛൻ്റെ അടുത്ത് വന്നു, തലയിൽ കൈവച്ച് പ്രാർത്ഥിപ്പിച്ചു, നന്നായി ഒന്ന് കുമ്പസാരിച്ചു. എന്നിട്ടാണ് ഞാൻ സർജറിക്ക് പോയത്. മാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ കൊണ്ട് ഞാൻ മാതാവിനോട് അങ്ങനെ തന്നെ പറഞ്ഞു, മാതാവേ, അമ്മയുടെ കുഞ്ഞിനെ മടിയിലിരുത്തി അമ്മ പ്രാർത്ഥിക്കണേ. കാരണം ഈശോയുടെ സഹനങ്ങളെല്ലാം കണ്ടു നിന്ന അമ്മയ്ക്ക് തീർച്ചയായിട്ടും നമ്മുടെ വേദനകൾ ഏറ്റവും നന്നായി മക്കളെ പോലെ തന്നെ അമ്മയ്ക്ക് മനസ്സിലാകും. അപ്പോൾ അമ്മയോട് അത് പറഞ്ഞു. ഇനി ഞാനല്ല, അമ്മയാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതെന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ വലിയ കാരുണ്യം എൻ്റെ ജീവിതത്തിൽ വന്നു. സർജറി 100% റിമൂവ് ചെയ്യാൻ പറ്റി, ട്യൂമർ റിമൂവ് ചെയ്യാൻ പറ്റി, ഒരു കുഴപ്പമില്ലാതെ. പിറ്റേ ദിവസം തന്നെ എന്നോട് പറഞ്ഞു, എന്നെ റൂമിലേക്ക് മാറ്റി. എനിക്കൊരു കുഴപ്പമില്ലാതെ ഞാൻ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ, ആക്ച്വലി 3 ദിവസത്തിനുള്ളിൽ തന്നെ എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്താക്കി. എല്ലാ ട്രീറ്റ്മെൻറ്റുകളും ഓൺ രീതിയിൽ തന്നെ പോയി. എല്ലാ രീതിയിലും മാതാവ് എന്നെ അത്രത്തോളം സഹായിച്ചു. ഞാൻ പിക്കപ്പായി. എനിക്കറിയാത്തൊരു കാര്യം, ഞാൻ ഉടമ്പടിയിൽ വെക്കാത്തൊരു കാര്യം, പക്ഷേ ദൈവം എന്നെ തിരിച്ചു കൊണ്ടുവന്നു. കൂടാതെ ഞാൻ ഓസ്ട്രേലിയയിൽ പഠിച്ച കുട്ടിയാണ്. അതുകൊണ്ട് ഇന്ത്യയിൽ എൻ്റെ രജിസ്ട്രേഷൻ, മെഡിക്കൽ ഫിസിക്സിൻ്റെ രജിസ്ട്രേഷൻ എനിക്ക് 6 വർഷമായി ഞാൻ ശ്രമിച്ചിട്ടും എനിക്ക് കിട്ടുന്നില്ലായിരുന്നു. എക്സാം എഴുതാനുള്ള ഒരു ചാൻസ് കിട്ടുന്നില്ലായിരുന്നു. ഉടമ്പടി എടുത്ത് ആദ്യമായിട്ട് മാതാവ് എനിക്ക് വേണ്ടി ചെയ്തത് IMPCT എക്സാം എന്നുള്ളത് എന്നെ ക്വാളിഫൈ ചെയ്യിപ്പിക്കുമായിരുന്നു. അത് വളരെ എളുപ്പത്തിൽ തന്നെ മാതാവ് എന്നെ സഹായിച്ചു. പിന്നെ എൻ്റെ സഹോദരന് ഒരുപാട് കാലമായിട്ട് എമിറേറ്റ്സിൽ ജോലി കിട്ടണം എന്ന ഒരു ഉണ്ടായിരുന്നു. എൻ്റെ അമ്മ ഇവിടെ വന്നിട്ട് ആദ്യം എഴുതിയത് എമിറേറ്റ്സ് എന്ന് ഓർക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അമ്മ പറഞ്ഞു, അമ്മയുടെ മനസ്സിൽ വരുന്നത് മുഴുവൻ എത്തിഹാദ് എന്ന ഒരു എയർലൈൻസ് ആയിരുന്നു. എൻ്റെ ചേട്ടായിക്ക് എത്തിഹാദിൽ എൻജിനീയറായിട്ട് ജോലി കിട്ടി. പിന്നെ 4ാമത് ഞങ്ങൾക്ക് ചെറിയ കടത്തിൻ്റെ കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. മാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ കാരണം അതിൻ്റെ കുറേ കടബാധ്യതകൾ ഈശോ എടുത്തു മാറ്റി. ഇതുപോലെ ഈശോ എനിക്ക് തന്ന ഏറ്റവും വലിയ സമ്മാനമാണ് എൻ്റെ പരിശുദ്ധ അമ്മ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇത്രയും അധികം അനുഗ്രഹങ്ങൾ മാതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥത്തിൽ ഈശോ ഞങ്ങളുടെ കുടുംബത്തിന് തന്നതിന് ഒരുപാട് നന്ദി.